ഇതാണ് തൃശ്ശൂരിലെ ആകാശപാത. കണ്ടോ? ഈ പണിത് വച്ചിരിക്കുന്നത് കണ്ടോ? കോട്ടയത്ത് ഇതിനു മുമ്പേ തുടങ്ങി വെച്ചതാണ് ഇന്ന് തുരുമ്പ് പിടിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ഇത്ര മനോഹരമായ രീതി, ഇത് ഭയങ്കര വിസ്താരണത്തിലാണ്. കണ്ടോ? ഇതിൻ്റെ 1/3 ഉള്ളൂ കോട്ടയത്തെ. ഇത്രയും മനോഹരമായ രീതി ഇത് പണിത്. അതുകൊണ്ട് ലിഫ്റ്റുണ്ട്, ലിഫ്റ്റിൽ കൂടെ ആൾക്കാർക്ക് മേളിൽ കയറാം. വയ്യാത്തവർക്ക്, അല്ലാത്തവർക്ക് ഇത് നടന്ന് സൈഡിൽ കൂടെ ഈ നടന്ന് കയറാനുള്ള സൗകര്യമുണ്ട്. അതെല്ലാ സ്ഥലത്തും ഇവരത് ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഒറ്റ ആൾ പോലും ഇത് കയറി കാണുന്നില്ല. അതുകൊണ്ട് ആ മേളിൽ അന്തേവാസികളൊക്കെ അതുകൊണ്ട് ആ തുണിയൊക്കെ ഇട്ടിരിക്കുന്നതുണ്ടോ. അപ്പോൾ ഇവിടെയുള്ള അന്തേവാസികളൊക്കെ അതിൻ്റെ അകത്ത് കയറി താമസം തുടങ്ങിയെന്നാണ് തോന്നുന്നത്. എനിക്ക് അതിൻ്റെ കറക്റ്റ് അറിയില്ല. അവിടെ തുണിയും അത് ഇതുമെല്ലാം നാണ്ട് ഉണക്കാനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കോട്ടയത്ത് ഈ കോടികൾ മുടക്കി ഇത് വരുമായിരുന്നുണ്ടുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച്. അവിടുത്തെ ഭിക്ഷക്കാർ കംപ്ലീറ്റും അതിൻ്റെ അകത്ത് കയറി കിടന്നേനെ. കോട്ടയം കോടിമതലായിട്ട് ഒരു പാലം പണിതിട്ട് അതിൻ്റെ കീഴേൽ കുറേ എണ്ണം കിടന്നെന്നും പറഞ്ഞ് അവരെ ഒഴിപ്പിക്കാനായിട്ടല്ല ഇന്നും ആ പാലത്തിൻ്റെ പണി തീരാതെ കിടക്കുന്നത്. അവരെയൊക്കെ ഇപ്പോൾ എങ്ങോട്ടൊക്കെ ഒഴിപ്പിച്ച് അതിൻ്റെ പണി തുടങ്ങാൻ പോകാൻ തോന്നുന്നു എന്ന് പറഞ്ഞ കണക്ക് നമ്മുടെ ഇവിടെ ഇങ്ങനെ കോടികൾ രാഷ്ട്രീയക്കാർ ഉണ്ടാക്കിയിട്ട് അവർ അതിൽ നിന്ന് കൊള്ളയടിക്കാനുള്ള എന്തെങ്കിലും ഒരു പദ്ധതിയാണ് ഈ തുടങ്ങി വെക്കുന്നത്. അതുകൊണ്ട് ഇത്ര മനോഹരമായ ഈ സാധനത്തിൽ കൂടെ ആൾക്കാരൊക്കെ താഴെ കൂടെ ഉണ്ട്, പിള്ളേരൊക്കെ ഇതിലെല്ലാം നടന്നു പോകുന്നത് താഴെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ക്രോസ് ചെയ്യുന്നത്. ഒറ്റയാൾ പോലും മേളിൽ കൂടെ ഇതിൻ്റെ കയറി പോകുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. ഇനി ഇത് ഓപ്പൺ ചെയ്തോന്നും എനിക്കിതിൻ്റെ വ്യക്തമായിട്ട് അറിയത്തില്ല. ചേട്ടാ, ഈ ആകാശപാത ഇത് സംഗതി ഓപ്പൺ ചെയ്തതാണ്, പക്ഷെ ആരും കയറത്തില്ലേ? ആർക്കും കയറാൻ താല്പര്യമില്ല. ആരും കയറുന്നില്ല. കോടികൾ ചുമ്മാ വേസ്റ്റ്. ഫസ്റ്റ് ഇത് തുടങ്ങി വെച്ചാൽ ഞങ്ങളുടെ കോട്ടയത്താണ്. അത് തുരുമ്പടിച്ച് താഴെ വീഴാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഇതൊന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചത്. മനുഷ്യന് നേരെ ചൊവ്വനെ നല്ല ലെവലായ റോഡിൽ കൂടെ നടക്കാൻ വയ്യ. അന്നേരമാണ് ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി നടക്കുന്നത്. ഇതൊക്കെ ആര് കണ്ടുപിടിച്ചതായി കൊള്ളയടിക്കാൻ വേണ്ടി? ഇനി ഞാൻ അടുത്തൊരു തൃശ്ശൂരുകാരൻ്റെയൊക്കെ ഇതിനെപ്പറ്റി ചോദിക്കുവാണെങ്കിൽ നല്ല തെറിയായിരിക്കും അവർ ചിലപ്പോൾ വിളിക്കുന്നത്. അതുകൊണ്ട് പ്രോഗ്രാം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഓക്കേ. ഉദ്ഘാടനം കഴിഞ്ഞാണ് ചേട്ടാ? ഉദ്ഘാടനം കഴിഞ്ഞതാ. ആദ്യ ഘട്ടം ഉദ്ഘാടനം കഴിഞ്ഞു. ഉദ്ഘാടനം കഴിഞ്ഞ് ആൾക്കാരൊക്കെ കയറിയിരുന്നു. ശരിക്കും കുറെ ആൾക്കാരൊന്നും കയറത്തില്ല. പിന്നെ ഒരു സൈഡിലെ ലിഫ്റ്റ് ഉണ്ടായിരുന്നല്ലോ. വയോധികർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അതിന്റെ മുകളിൽ എത്ര ബുദ്ധിമുട്ടാണ്. ലിഫ്റ്റ് ഉണ്ടേലും കുറെ ആൾക്കാരൊന്നും കയറാറുന്നില്ല. ഇപ്പൊ അതിന്റെ AC എന്നൊക്കെ പറഞ്ഞ വേറെ കുറച്ച് നിർമ്മാണ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും AC ആണോ ഇത്? AC ഫുൾ AC ആക്കാം. അപ്പൊ അതിന്റെ നിർമ്മാണ പ്രവർത്തനമായിട്ട് നിർത്തിയിട്ടു. രണ്ടാമത്തെ ഉദ്ഘാടനം ഓണത്തിന് നടത്തി. പണി കഴിഞ്ഞിട്ടില്ല. അതിനകത്ത് കുറച്ച് പേര് കയറി കിടപ്പുണ്ടല്ലോ, അന്തേവാസികളാണ്. അത് കുറച്ച് ഇവിടെ അന്തേവാസികളാ. ഇത് കാലക്രമേണ അന്തേവാസികൾ ഇതിൻ്റെ അകത്ത് മൊത്തം കയറി കിടക്കും. അങ്ങനെ വരത്തുള്ളൂ. ഇത്ര കോടി രൂപ ചെലവാക്കിയതാ. ഇത് ഞങ്ങളുടെ കോട്ടയത്ത് ആദ്യം തുടങ്ങിയത്. അത് ഇത് നമ്മുടെ കോട്ടയം ആകാശപാതയാണ്. തൃശ്ശൂർ തുടങ്ങുന്നതിന് മുമ്പ് കോട്ടയത്ത് തുടങ്ങി വെച്ച ഈ ആകാശപാത ഇന്ന് തുരുമ്പടിച്ച് ഏതു സമയത്തും നിലം പൊത്തുന്ന അവസ്ഥയിലാണ്. ഇതിന് വേണ്ടിയാണ് ഈ 2 മാസത്തിന് മുമ്പ് ഇടതും വലതും കൂടെ കൂടി ഒരു കൂട്ടർ പണിയണമെന്നും ഒരു കൂട്ടർ പൊളിക്കണമെന്നും പറഞ്ഞത്. നമ്മുടെയൊക്കെ വിധി നോക്കെ, ഏത് സമയത്തും ഇത് താഴെ വീഴും. നിങ്ങൾ കണ്ടുവല്ലോ കോട്ടയത്തെയും തൃശ്ശൂരിലെയും ആകാശപാത. ആകാശപ്പറകൾക്കായിട്ട് പണിത ആകാശപാത. ഈ കോടികൾ മുടക്കി ഈ പണിതിരിക്കുന്ന ഈ ആകാശപാതയിൽ ആരേലും കയറി യാത്ര ചെയ്യുമോ? ഇതേലെ വരാൻ പോകുന്നത് ഭാവി കാലത്ത് അലഞ്ഞു തിരിഞ്ഞ് കിടക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ അതിൻ്റെ അകത്ത് കയറി കൂടുകൂട്ടും. എങ്കിലും എൻ്റെ എൻജിനീയർ രാജേന്ദ്ര, നിങ്ങൾ ഞങ്ങളുടെ കോട്ടയംകാരൻ MLA കൊണ്ടുപോയി
ഇത് ഏത് രാജ്യത്താണ് ഇത് കാണിച്ച് അദ്ദേഹത്തിൻ്റെ ഐഡിയയിൽ ഇത് നിങ്ങൾ കയറ്റി ഇതിന് ഫണ്ട് അനുവദിച്ചത്? എന്താണേലും ഞങ്ങളുടെ കോട്ടയംകാരൻ MLA ഇവിടെ തുടങ്ങി വെച്ചു, തൃശ്ശൂരുകാർ അവിടെ ഇത് നടപ്പിലാക്കി. പക്ഷേ ആരും ഇതേ കയറത്തില്ല. തൃശ്ശൂർ ഇത് 2 ഉദ്ഘാടനം കഴിഞ്ഞു. കോട്ടയത്താണ് ഇത് ആദ്യം തുടങ്ങിയതെങ്കിലും ഇതുവരെ ഇതിൻ്റെ ഒരു പരിപാടിയും കോട്ടയത്തിന് സത്യത്തിൽ ഇത് ആവശ്യമില്ല. ഇത് പൊളിച്ചു കളയുകയോ ചെയ്യേണ്ടത്. ഇത്രയും ചെറിയൊരു സാധനം അവിടെ പണിത് വെച്ചിട്ട് ഈ മല പോലുള്ള ഈ സാധനത്തോടെ ലിഫ്റ്റല്ല എന്നാ സാധനം വെച്ചാലും അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഇറങ്ങാനായിട്ട് ആരും ഇതേ കയറത്തില്ല. അതുകൊണ്ട് ഇത് പൊളിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ അതേ മസിൽ പിടിച്ച് നീ അത് അവിടെ ഇരുന്ന് ആരെയും തലേ വീണ് ആൾക്കാരെങ്കിലും മരിച്ച് ആ കുടുംബത്തിൻ്റെ കൂടെ നിങ്ങൾ കഷ്ടത്തിലാക്കരുത്. അതുകൊണ്ട് രാജേന്ദ്രൻ ഈ സാധനം തൃശ്ശൂരും കോട്ടയത്തും ഒന്നുമല്ല പണിയേണ്ടത്. ഇത് കുട്ടനാട്ടിൽ അക്കരെ ഇക്കരെ ആൾക്കാർക്ക് പോകാനായിട്ട് AC കൊണ്ടുള്ള നടപ്പാത, ആകാശപ്പാത പണിയുക. ഓക്കെ.